ഈ ഒരു മൂവി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കൊരു ഇംഗ്ലീഷ് മൂവിയുടെയൊക്കെ ഒരു സ്റ്റൈലിൽ അത്രയും നല്ല ഗ്രാൻഡായിട്ടാണ് ഈ മൂവി എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. എങ്കിലും ഇതിൻ്റെ ലീഡ് ആക്ടറുടെ അഭിനയം അയാൾ നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള ഡയലോഗ് ഡെലിവറി, ആ ഒരു കമാൻഡൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിനെ കൊണ്ട് കഴിയാത്തൊരു ലോഡാണ് പുള്ളി എടുത്ത് തോളി വെക്കാൻ പോണെന്നുള്ളത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരവും ഒരു മാസ് ഗെറ്റപ്പ് ഉണ്ടല്ലോ, അതാണ് ഇതിനകത്ത് വർക്കാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ തുടക്കം ഭയങ്കര ഗംഭീരമായിട്ട് ഈ സിനിമ പോകുമെന്ന് നമുക്ക് തോന്നുമെങ്കിലും പിന്നെ കേരളത്തിലോട്ട് കഥ ഷിഫ്റ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഫിൻലാൻഡോ അങ്ങനെ ഏതോ ഒരു രാജ്യമാണ് ആദ്യം കാണിക്കുന്നത്. അത് ഇനി വെത്തിക്കാൻ പോലുള്ളൊരു സെറ്റപ്പും കാണിക്കുന്നുണ്ട്. പക്ഷെ കണ്ടിട്ട് എനിക്കത് വെത്തിക്കാനായിട്ട് തോന്നിയില്ല. കാരണം അത് ഫോർബിഡൻ അവിടെ പോയി ഷൂട്ട് ചെയ്യാനൊന്നും അനുവദിക്കുന്ന ഒരു സ്ഥലമല്ലല്ലോ. അപ്പോൾ എന്തായാലും വിദേശ രാജ്യത്ത് തുടങ്ങിയിട്ട് കേരളത്തിലോട്ട് കഥ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ ഒരു കഥാപാത്രം നമുക്ക് മലയാള സിനിമകളിൽ വില്ലനായിട്ടൊക്കെ അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ അദ്ദേഹത്തിന് ഡയലോഗ് ഡെലിവറിയിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഡയലോഗ് ഡെലിവറി ഈ സിനിമയ്ക്കകത്ത് പൂർണ്ണമായിട്ടും സിങ്ക് ആവുന്നില്ല. ആ ഒരു കഥാപാത്രത്തിന് നമുക്കങ്ങോട്ട് ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എങ്ങനെയൊക്കെ പുള്ളി ഹാൻഡിൽ ചെയ്ത് പോണ പോലെയാണ് നമുക്ക് തോന്നുന്നത് സിനിമ കാണുമ്പോൾ.